ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. രാഹുലിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാകുന്ന ഒരു നടപടിയാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുലിന് മുൻകൂർ ജാമ്യം. PS അനു നമുക്കൊപ്പം ഉണ്ട്. അനു, ഏത് പശ്ചാത്തലത്തിലാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചത് കോടതി? ഇതിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം നൽകാൻ കഴിയും. രണ്ടാമത്തെ ബലാത്സംഗ കേസിലാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉപാധികളോട് മുൻകൂർ ജാമ്യം അനുവദിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയാണ് ഉപാധികൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. നമ്മൾ രാവിലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഒന്നാമത്തെ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ 15-ാം തീയതിയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. അതുവരെ അറസ്റ്റ് തടയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കേസിൽ ഒരു മുൻകൂർ ജാമ്യത്തിൽ ഉന്നതമായ കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിലവിലെ കേസിൽ ഒരു കീഴ്ക്കോടതി മുൻകൂർ ജാമ്യം ഒരുപക്ഷെ നൽകുമെന്ന് നേരത്തെ തന്നെ നിയമവിദഗ്ധർ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അതാകാം രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനും അല്ലെങ്കിൽ അനുവദിക്കാൻ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തയ്യാറായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഈ പെൺകുട്ടിയുടെ മൊഴി അടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്ന് നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നേരത്തെ ഇന്ന് 36-ാമത്തെ കേസായിട്ടാണ് രാഹുലിന്റെ രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ കേസ് പരിഗണിച്ചിരുന്നത്. ഇപ്പോഴാണ് അല്പസമയത്തിനകം ഇതിൽ ബെയിൽ ആപ്ലിക്കേഷൻ അലൗഡ് എന്ന തരത്തിൽ കോടതിയിൽ നിന്നും നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. KPCC അധ്യക്ഷന് ഇമെയിലിൽ ലഭിച്ച പരാതി പിന്നീട് DGPക്ക് ഫോർവേഡ് ചെയ്യുകയും പിന്നീട് പോലീസ് കേസെടുക്കുകയും ചെയ്യുകയായിരുന്നു. ഈ പരാതിയിൽ പരാതിക്കാരിയായിട്ടുള്ള കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ജോലി ചെയ്യുന്ന 23-കാരിയെ പോലീസ് കണ്ടെത്തുകയും അവരുടെ AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. ആ മൊഴി ഉൾപ്പെടെ സമർപ്പിച്ചിട്ടാണ് പ്രോസിക്യൂഷൻ വാദങ്ങൾ ഉയർത്തിയത്. പക്ഷേ എന്ത് അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്തെല്ലാം ഉപാധികളോടെയാണ് ഏതെല്ലാം വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത് എന്ന കാര്യത്തിൽ വിധിയുടെ കൂടുതൽ ഉത്തരവിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ മനസ്സിലാക്കാനാവുകയുള്ളൂ. അനു തുടരുന്നുണ്ട്. അനു, വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉള്ള ഒരു പരാതിയാണ്. ഒന്നാമത്തേതുപോലെ തന്നെ രണ്ടാമത്തെ പരാതിയും ഹോം സ്റ്റേയിൽ എത്തിച്ച് ലൈംഗികമായി അതിക്രമം ചെയ്തു, ബലാത്സംഗം ചെയ്തു എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു പരാതിയാണ്. ഇപ്പോൾ എന്തെല്ലാം ഗ്രൗണ്ടിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചത് എന്നുള്ളത് അനു പറഞ്ഞതുപോലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇനിയെങ്കിലും രാഹുൽ പുറത്തേക്ക് വരാൻ ആർജവം കാണിക്കുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഒരു MLA ആണല്ലോ അദ്ദേഹം ഇപ്പോഴും. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കേസും അതുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന വാദങ്ങളൊക്കെ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ നടന്നിരുന്നു. ഇന്നിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വാദങ്ങളില്ലായിരുന്നു. ഓർഡറിനായി മാറ്റുകയും അത് ആദ്യം 6-ാമത്തെ കേസായി പിന്നീട് 36-ാമത്തെ കേസായി മാറ്റുകയും അതിൽ ഇപ്പോൾ കോടതി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുകയുമായിരുന്നു. മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് എന്നുള്ളത് തന്നെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാളെ പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകൾ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, വോട്ട് ജനവിധി തേടാൻ ഇരിക്കെ ഇങ്ങനെ ഒരു വിധി അത് UDF-നും കോൺഗ്രസിനും ഒരു പരിധിവരെയെങ്കിലും ഒരു ആശ്വാസകരമായി നമുക്ക് വിലയിരുത്തപ്പെടാം. അല്ലെങ്കിൽ ഒരു പ്രതിരോധിക്കാനുള്ള ഒരു കച്ചത്തുരുമ്പായെങ്കിലും ഈ മുൻകൂർ ജാമ്യത്തെ അവർക്ക് ആ തരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. കാരണം പാലക്കാട് MLA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു നടുക്ക് നിന്നും ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കി ഇപ്പോഴും ഒളിവിൽ പോകാനിടയായ അങ്ങേയറ്റത്തെ നാണക്കേടിന്റെ ഗതികേടിന്റെ അവസ്ഥയിലാണ് പാലക്കാട്ടെ കോൺഗ്രസും UDF-ഉം ഉള്ളത്. അപ്പൊ ആ ഘട്ടത്തിൽ ഈ രണ്ടാമത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നു എന്നുള്ളത് സ്വാഭാവികമായും അവർക്ക് ആശ്വാസകരമായ വിധി തന്നെയാണ്. രാഹുലിനെ സംബന്ധിച്ചും ആശ്വാസകരമാണ്. ഇനിയിപ്പോൾ ഏതായാലും 15-ാം തീയതിയാണ് രാഹുലിന്റെ ഒന്നാമത്തെ ബലാത്സംഗ കേസിലെ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നത്. അതുവരെ അറസ്റ്റ് തടഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് 15-ാം തീയതി വരെ രാഹുലിനെ സംബന്ധിച്ച് ആശ്വാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, താൽക്കാലിക ആശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച്. രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.